ബി.ജെ.പിക്ക് വിജയപ്രതീക്ഷയും വിജയസാധ്യതയുമുള്ള പ്രധാനപ്പെട്ട ജില്ലകളിലൊന്ന് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ വിജയക്കണക്കുകൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആരാണോ മേൽക്കൈ നേടിയിട്ടുള്ളത് ആ പാർട്ടിയാണ് കേരളം ഭരിക്കുക. എന്നാൽ നിലവിലത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് തിരുവനന്തപുരത്ത് ബി.ജെ.പി ഒരു മേൽക്കൈ ഉണ്ടാക്കിയാൽ കേരളത്തിൽ ഭരിക്കുവാൻ കഴിയില്ലെങ്കിൽ പോലും കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിലെ ഒരു നിർണായക ശക്തിയായി മാറുവാനുള്ള സീറ്റ് ലഭ്യതയൊക്കെ തിരുവനന്തപുരത്ത് ലഭിക്കുവാനുള്ള സാധ്യത ഏറെയാണ് എന്ന കണക്കൂട്ടൽ ബി.ജെ.പിക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിലവിൽ തിരുവനന്തപുരം, കാസർഗോഡ്, പാലക്കാട്, പത്തനംതിട്ട, തൃശ്ശൂർ അടക്കമുള്ള ബി.ജെ.പിക്ക് വിജയപ്രതീക്ഷയുള്ള സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. ഇനി കഴിഞ്ഞ കാലങ്ങളിലെ രാഷ്ട്രീയ വിജയങ്ങൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 വിജയിച്ചത് LDF ആയിരുന്നു, ഭരിച്ചതും LDF ആയിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റ് LDF-ന്, 4 സീറ്റ് UDF-ന്, 1 സീറ്റ് ബി.ജെ.പിക്ക്. അപ്പോഴും കേരളം ഭരിച്ചത് LDF ആയിരുന്നു. 2011 8 UDF സീറ്റ്, 6 LDF. അപ്പോൾ കേരളം ഭരിച്ചത് UDF ആയിരുന്നു. ഇനി ലോക്സഭയിലേക്ക് വരുമ്പോൾ 5 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 4 ബി.ജെ.പി 1-ം സ്ഥാനത്തും മറ്റിടങ്ങളിലെല്ലാം 2-ം സ്ഥാനത്തും വന്നു. അവിടെ വോട്ട് വർധനവ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഇത്തവണ എന്തായാലും 3 മണ്ഡലങ്ങളെങ്കിലും ബി.ജെ.പിക്ക് പിടിക്കണം എന്നുള്ളതാണ് അവർ പറയുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിൻ്റെ ഭാഗമായി ഏറ്റവും ആദ്യം വർക്കല എടുക്കുകയാണെങ്കിൽ വർക്കല SNDP സമുദായത്തിൻ്റെ മേൽക്കൈയുള്ളൊരു മണ്ഡലമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായ ശിവഗിരി മഠമുള്ള ഇടമാണ് വർക്കല. അവിടെ അതുകൊണ്ട് തന്നെ BDJS ആണ് NDA സഖ്യത്തിൻ്റെ ഭാഗമായി, ആ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നത്. BDJSന് മൊത്തത്തിൽ 2 സീറ്റുകളാണ്. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജിത് SRM ആയിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഇത്തവണയും അത് BDJSന് തന്നെയായിരിക്കും. അവിടെ 11,214 വോട്ടായിരുന്നു അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. അവിടെ VS ജോയിയുടെ ഭൂരിപക്ഷത്തെക്കാൾ കുറവായിരുന്നു അദ്ദേഹം നേടിയ വോട്ട്. പക്ഷേ 2026 മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ വർക്കലയിൽ വലിയ പ്രതീക്ഷയാണ് BDJSും BJPയും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അജിത് SRM തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്തൊരു മണ്ഡലമാണ്. കൂടാതെ ആറ്റിങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ BJPയെ സംബന്ധിച്ച് വളരെ വിജയപ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ്. ഒരു സീറ്റായി BJP കാണുന്ന വിജയപ്രതീക്ഷയുള്ള ഒരു സീറ്റായി കാണുന്നത് ആറ്റിങ്ങലാണ്. അവിടെ സുധീർ ആയിരുന്നു BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്നത്. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധീർ തന്നെയാകും സ്ഥാനാർത്ഥിയാകുവാനും സാധ്യത ഏറെയായി കാണുന്നുണ്ട്. അവിടെ UDFൻ്റെ RSP നേതാവായതുകൊണ്ട് തന്നെ 3-ം സ്ഥാനത്തേക്ക് UDF പിന്തള്ളപ്പെട്ടു പോവുകയായിരുന്നു. കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിപ്പോയി എന്നുള്ളത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. 31,636 വോട്ടിൻ്റെ വ്യത്യാസമാണ് CPM-ഉം BJPയും തമ്മിൽ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലുള്ളത്. ഇനി ചിറയൻകീഴാണ്. ചിറയൻകീഴ് LDFൻ്റെ CPIയുടെ മണ്ഡലമാണ്. CPI മത്സരിക്കുന്ന മണ്ഡലമാണ് ചിറയൻകീഴ്. ചിറയൻകീഴിൽ BJP ആശാനാഥിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ആശാനാഥ് തന്നെയാകും ഇക്കുറിയും ചിറയൻകീഴിൽ സ്ഥാനാർത്ഥിയാകുക. വലിയ മുന്നേറ്റം ചിറയൻകീഴിൽ ഉണ്ടാക്കുവാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കുറിയും ആശാനാഥിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് കുറച്ചുകൂടി വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും BJPയുടെയും NDAയുടെയും സ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന് നെടുമങ്ങാടും CPI സ്ഥാനാർത്ഥിയായിരുന്നു. 2011 പാലോട് രവി ആയിരുന്നു അവിടെ വിജയിച്ചതെങ്കിൽ പിന്നീട് കരുനാഗപ്പള്ളിയിൽ സീറ്റ് ലഭിക്കാതെ വന്നതോടുകൂടി അവിടെ നിന്ന് C ദിവാകരൻ പിന്നീട് മത്സരിച്ച് വിജയിച്ചൊരു മണ്ഡലമാണ് ഈ നെടുമങ്ങാട്. അവിടെ VV രാജേഷ് പിടിച്ച വോട്ട് 2021 JR പത്മകുമാറിന് പിടിക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VV രാജേഷിനും JR പത്മകുമാറിനും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്ന സമയത്ത് VV രാജേഷിനെതിരെ നോട്ടീസുകളൊക്കെ ഉയർന്നത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും അവിടെ പരിഗണിക്കപ്പെടുന്ന 2 പ്രധാനപ്പെട്ട പേരിലൊന്ന് VV രാജേഷും മറ്റൊന്ന് JR പത്മകുമാറുമാണ്. ഇനി വാമനപുരത്തും BDJSന്റെ സ്ഥാനാർത്ഥിയാണുള്ളത്. അവിടെ തഴവ സഹദേവനാണ് വാമനപുരത്ത് BDJSന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ പോകുന്നത്. അവിടെ വിജയപ്രതീക്ഷ കുറവാണ്, പക്ഷേ വലിയ ശക്തമായ രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കുവാൻ തന്നെയാണ് BDJS തീരുമാനമെടുത്തിട്ടുള്ളത്. അവിടെയും SNDPയുടെ ശക്തി കേന്ദ്രമായി തന്നെ കണക്കാക്കാൻ കഴിയുന്ന ഒരിടമാണ്. മറ്റൊന്ന് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടം BJP ഉറപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്. വിജയപ്രതീക്ഷ ഏറെയുള്ള മണ്ഡലമാണ്. അവിടെ കഴക്കൂട്ടത്ത് BJP ഉറപ്പിച്ചതായതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ അവസാന നിമിഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ അവസാന നിമിഷം കേന്ദ്രത്തിൽ പരാതി നൽകി സ്ഥാനാർത്ഥിയായ മണ്ഡലമാണ്. ശോഭാ സുരേന്ദ്രനും വിജയപ്രതീക്ഷയേറുള്ള മണ്ഡലമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തോ അല്ലെങ്കിൽ കഴക്കൂട്ടത്തോ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകും. കായംകുളത്തിനാണ് സാധ്യത ഏറെ എങ്കിൽ പോലും കഴക്കൂട്ടവും അവിടെ മാറ്റി നിർത്തപ്പെടാൻ കഴിയുന്നതല്ല. UDFനെ 3-ം സ്ഥാനത്തേക്ക് പിന്തള്ളിയ ഒരു ഇടമാണ് കഴക്കൂട്ടം. അവിടെ 1-ം സ്ഥാനത്ത് ഇടതുപക്ഷമായിരുന്നു. 2016 V മുരളീധരൻ
വാഹിദിനെ 3ാം സ്ഥാനത്തേക്ക് തള്ളിയ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. വി മുരളീധരൻ കഴക്കൂട്ടത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴക്കൂട്ടത്ത് വി മുരളീധരൻ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. അതായത് കായംകുളത്തേക്ക് ശോഭാ സുരേന്ദ്രൻ പോകുമ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത. ഇനി വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുവാൻ സാധ്യതയേറെയുള്ള ഒരു മണ്ഡലമാണ്. കാരണം വട്ടിയൂർക്കാവിലെ NSSന്റെ പിന്തുണ ആർക്ക് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അവിടെ കെ മുരളീധരൻ, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കെ മുരളീധരൻ MP ആയി മത്സരിച്ച് പോയ സമയത്ത് അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അന്നത്തെ അവിടുത്തെ മേയർ ബ്രോയായിരുന്ന വി പ്രശാന്ത് അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. അദ്ദേഹം വിജയിക്കുന്നു. അങ്ങനെ CPMന്റെ മണ്ഡലമായി മാറിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവിടെ ഇക്കുറി കെ മുരളീധരൻ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മത്സരിക്കുവാൻ പോകുന്നു. അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയാകുവാൻ പോകുന്നത് വട്ടിയൂർക്കാവ് ശ്രമിച്ചാൽ വിജയിക്കുവാൻ കഴിയുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ അവിടെ നായർ ബെൽറ്റ് ഏറെ ആയതുകൊണ്ട് തന്നെ നായർ സമുദായത്തിന്റെ പിന്തുണ ലഭിക്കുവാൻ കഴിയുന്ന ഒരു എലൈറ്റ് ക്ലാസ്സിൽ പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇനി തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുമ്പോൾ വി ശിവകുമാറിനെ തോൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം പിടിച്ചെടുത്ത മണ്ഡലമാണ്. ഇനി നിയമമാണ്. BJP ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു മണ്ഡലം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ O രാജഗോപാലിലൂടെ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ BJP ഇടം പിടിച്ചെടുത്ത മണ്ഡലമാണ് നിയമം. ആ നിയമത്തെ ഇക്കുറി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നടത്തി 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയെങ്കിൽ പോലും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒക്കെ വർദ്ധിപ്പിച്ച MR ഗോപൻ, അതായത് കോർപ്പറേഷൻ വൈസ് പ്രസിഡന്റായ MR ഗോപനായിരിക്കും നിയമത്തെ സ്ഥാനാർത്ഥിയാകുക എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇനി അരുവിക്കരയിലേക്ക് വരുമ്പോൾ C ശിവൻകുട്ടിയായിരുന്നു BJPയുടെ 2021 നിയമസഭാ സ്ഥാനാർത്ഥി. 2026 അത് S സുരേഷോ C ശിവൻകുട്ടിയോ ആയിരിക്കുമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പാറശാല കരമന ജയനായിരുന്നു 2011 2016 സ്ഥാനാർത്ഥിയായിരുന്നത്. വലിയ മുന്നേറ്റമൊന്നും BJPക്ക് അവിടെ ഉണ്ടാക്കുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും കരമന ജയനെ സംബന്ധിച്ച BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ട് തന്നെ പാറശാലയിൽ 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുവാൻ വേണ്ടി കരമന ജയൻ തന്നെയായിരിക്കും 2026 പാറശാലയിലെ സ്ഥാനാർത്ഥിയാകുക എന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഇനി കാട്ടാക്കടയിലേക്ക് വരുമ്പോൾ കാട്ടാക്കടയിൽ BJPയുടെ PK കൃഷ്ണനാഥ് അതല്ലെങ്കിൽ VV രാജേഷ് രണ്ടുപേരുടെ പേരുകളാണ് BJP സ്ഥാനാർത്ഥിയായി കാട്ടാക്കടയിൽ ശക്തമായ രീതിയിൽ മുൻപോട്ട് വരുന്നത്. കോവളം കോൺഗ്രസിന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഏക മണ്ഡലമാണ് കോവളം. ആ കോവളത്ത് NDAയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് കേരള കാമരാജ് കോൺഗ്രസിൻ്റെ നേതാവായ വിഷ്ണുപുരം ചന്ദ്രശേഖരനായിരിക്കും. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഈ കേരള കാമരാജ് കോൺഗ്രസ് ഭിന്നിച്ച് ഒരു ഭാഗം LDFിലേക്കും മറുഭാഗം NDAയ്ക്കൊപ്പം നിന്നു. അതിൽ NDAയ്ക്കൊപ്പം നിന്നതുകൊണ്ട് തന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരനായിരിക്കും കോവളത്ത് NDA സ്ഥാനാർത്ഥിയായി വരുന്നത്. ഇനി നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയിൽ നഗരസഭാ കൗൺസിലറായ അഡ്വക്കേറ്റ് സ്വപ്നജിത്ത് SS ആയിരിക്കും NDA സ്ഥാനാർത്ഥിയായി വരിക എന്ന വാർത്തകൾ പുറത്തു വരുന്നു. എന്തായാലും ശക്തമായ പോരാട്ടം നടക്കുന്നതുകൊണ്ട് തന്നെ ഇടതുപക്ഷവും കോൺഗ്രസും ഇന്ത്യയും ഒക്കെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ നൽകുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. അവിടെ BJPക്ക് ശക്തി കേന്ദ്രമായി അവർ വിശ്വസിക്കുന്ന 3 മണ്ഡലങ്ങൾ, ഒന്ന് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്. ഈ 3 മണ്ഡലങ്ങളാണ് BJP വിജയപ്രതീക്ഷ ഏറെ നൽകുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത്.